ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിരുന്നു. അവർ ഐബ്രോ എടുക്കുവാൻ വേണ്ടിയായിട്ടാണ് വന്നത്. ഞാൻ ഐബ്രോ എടുക്കുന്ന സമയത്ത് അവർ കൈ മുകൾ ഭാഗത്തേക്ക് പിടിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ അൻഡ്രാംസിൻ്റെ അവിടെ ഒരു പാട് പോലെ വന്നിരിക്കുന്നു. അതായത് കറുത്ത പാടല്ല, അതിങ്ങനെ നമുക്ക് ചൊറിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പണ്ട് കറുപ്പനൊക്കെ വരത്തില്ലേ, അതുപോലെ നല്ല റൗണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ അതിനു വേണ്ടി മരുന്ന് കഴിക്കണുണ്ട്, പക്ഷെ കുറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതേ രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. എനിക്ക് വന്നത് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സ് ഞാൻ വേറൊരു കുട്ടിക്ക് ഇടാൻ കൊടുത്തതിന് ശേഷം തിരിച്ച് മേടിച്ച് ഞാനത് ഉപയോഗിച്ചതിന് ശേഷമാണ് ആ കുട്ടി എനിക്ക് വാഷ് ചെയ്തിട്ടൊക്കെയാണ് ഡ്രസ്സ് തിരിച്ചു തന്നത്. എന്നിരുന്നാലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് അലർജി ആകാൻ തുടങ്ങി. ഞാൻ ഡോക്ടറെ കാണിച്ച് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ടൊന്നും കുറവില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഉണങ്ങും, പിന്നെയും വരും, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഹോമിയോ കാണിച്ചു, യുനാനി മരുന്ന് കഴിച്ചു, എന്നിട്ടും കുറവില്ലായിരുന്നു. പിന്നെ ആയുർവേദം കഴിച്ചു. ആയുർവേദം കുറേ നാൾ കഴിച്ചിട്ടും കുറവില്ല. ഈ പാട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേന്ന് ഓർത്ത് കൈയിൻ്റെ അളവൊക്കെ കൂട്ടാൻ തുടങ്ങി. ഡ്രസ്സിങ് രീതിയിൽ കൈയിൻ്റെ അളവൊക്കെ കൂട്ടാൻ തുടങ്ങി. ഇതാരും കാണാതിരിക്കാൻ വേണ്ടി മറച്ചു പിടിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഈ ഭാഗത്തുനിന്ന് ഇവിടം വരെ അത് പാട് കൂടി കൂടി ഇങ്ങനെ വന്നു. ആ പാട് വന്നതിന് ശേഷം നല്ല കളർ ഉണ്ടായിരുന്നു. അത് വന്നതിന് ശേഷം സ്കിന്ന് ഭയങ്കര ഡാർക്ക് ആകാൻ തുടങ്ങി, ഭയങ്കര കട്ടിയാകാൻ തുടങ്ങി. എനിക്ക് നല്ല രീതിയിൽ ചൊറിച്ചിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേരെ, മരുന്ന് കഴിച്ചിട്ട് കുറവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ എന്നോട് ഒരു കസ്റ്റമർ ചോദിച്ചു, എന്താണ് മോളെ പറ്റിയതെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അന്നേരം അവരെന്നോട് പറഞ്ഞു, മോൾക്ക് ഞാനൊരു സോപ്പ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സോപ്പ് ഞാൻ പോയി മേടിച്ചു. ഞാൻ ആ സോപ്പ് മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ആ സോപ്പ് മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴേക്ക് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അത് നന്നായിട്ട് പോയി, നല്ല ക്ലിയറായി. അവിടുത്തെ സ്കിന്നിൻ്റെ കളർ മാറി എന്നല്ല പറഞ്ഞത്, അതായത് അവിടെ ഇൻഫെക്ഷൻ വന്നത് കംപ്ലീറ്റ് ആയിട്ട് പോയി. ആ ഇൻഫെക്ഷൻ കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ സോപ്പ് ഉപയോഗിച്ച് ആ റിസൾട്ട് വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ പിന്നീട് ഒരിക്കലും ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ നല്ല വണ്ണമുള്ള ലേഡീസ് ആണെങ്കിൽ ഈ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് വേർപ്പടിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഡാർക്കായിട്ട് വരാം. പിന്നെ സ്കിന്ന് പൊട്ടുന്നത് പോലെയൊക്കെ വരാറുണ്ട്. പിന്നെ ബ്രസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പലരുമുണ്ട്. പ്രൈവറ്റ് പാർട്ടിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. വയറിൻ്റെ ഇരു സൈഡിലായിട്ട് നമുക്ക് വണ്ണം ഉണ്ടെങ്കിൽ ഈ മടക്ക് വരുന്നിടത്തൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കാറുണ്ട്. അതുപോലെ അവിടെ ഇൻഫെക്ഷൻ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സോപ്പ് തേക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. വളരെ നല്ല റിസൾട്ടുള്ള സോപ്പാണ്. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. സോപ്പിൻ്റെ പേര് കെറ്റോ എന്നാണ്. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും കെറ്റോ സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയതാണ്, അതേ റിസൾട്ടുള്ള സോപ്പാണെന്ന് പറഞ്ഞ് വേറെ സോപ്പ് നിങ്ങളെ കാണിച്ചു തന്നാൽ ഒരു കാരണവശാലും അത് മേടിക്കരുത്. ഇതാണ് കെറ്റോ സോപ്പിൻ്റെ പുറം കവറ്. അത് തുറന്നതിന് ശേഷം വരുന്ന കവറാണ് ഈ മഞ്ഞ കളറ്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന സോപ്പ് മാത്രം നിങ്ങൾ മേടിക്കാം. ആ സോപ്പിനാണ് വളരെ റിസൾട്ട് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.